വിവാഹം കഴിഞ്ഞാൽ ദമ്പതികളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് ഒരു സന്താനം ജനിച്ചു കാണണം എന്നുള്ളത്. മനുഷ്യരുടെ എല്ലാവരുടെയും അദമ്യമായ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ് ഒരു കുഞ്ഞിക്കാല് കാണുവാൻ സാധിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഏതറ്റം വരെയും സാമ്പത്തികമായി ചെലവഴിക്കുവാനും അതുപോലെ തന്നെ എന്തെന്ത് വിഷമങ്ങൾ അതിൻ്റെ പിന്നിൽ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അതിനുമെല്ലാം ഇന്ന് ആളുകൾ തയ്യാറാകുന്ന ഒരു പ്രത്യേകമായ കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ദമ്പതികൾക്ക് ഒരു മനുഷ്യന് കുഞ്ഞിനെ നൽകണോ വേണ്ടയോ, നൽകുന്നുവെങ്കിൽ തന്നെ ആൺകുട്ടികൾ വേണോ പെൺകുട്ടികൾ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. വിശ്വാസികളായ ആളുകൾ അവരുടെ മനസ്സുകളെ പഠിപ്പിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് കുറേ കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യം ലഭിക്കാതെ, അതല്ലെങ്കിൽ ഒരു സന്താനമുണ്ടായി കാണുവാനുള്ള ആഗ്രഹം നടക്കാതെ ധാരാളം ആളുകൾ ഇന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്താണോ ഖൈറ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു മനുഷ്യന് സന്താനങ്ങൾ ഉണ്ടാകുന്നതാണോ ഖൈറ്, ഉണ്ടെങ്കിൽ തന്നെയും ആൺമക്കളാണോ ഖൈറ് പെൺമക്കളാണോ ഖൈറ്, അതോ ഒന്നും ഇല്ലാതെ മക്കളില്ലാതെ തന്നെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകലാണോ ഖൈറ്, ഇതൊന്നും നമുക്കല്ല അറിയുക. നമുക്ക് നമ്മുടെ ചില ആഗ്രഹങ്ങളും നമ്മുടെ ചില താല്പര്യങ്ങളും നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും മാനസികമായി നമ്മൾ തകർന്നു പോകുന്നു, വിഷമങ്ങൾ ഉണ്ടാകുന്നു, സങ്കടം തോന്നുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ കാര്യത്തിൽ എന്തും അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, വിധിക്കുന്നത്. അവൻ മാത്രമാണ് അതിന് കഴിവുള്ളവൻ. അവന് വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുമുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയുടെ 42-ാമത്തെ ആയത്തിൽ കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ വയജഅലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും അല്ലാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു പറയാണ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം നൽകുന്നു. വയഹബു ലിമൻ യശാഉ الذുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ മാത്രം നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസാ, അല്ലെങ്കിൽ അവൻ ഇടകലർത്തിക്കൊണ്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നൽകുന്നു, ആൺമക്കളെയും പെൺമക്കളെയും നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ മക്കളില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനുമാകുന്നു. ആർക്കൊക്കെ ആരെയൊക്കെ കൊടുക്കണ്ട എന്ന നല്ല അറിവ് അല്ലാഹുവിനാണുള്ളത്. അവനാണ് അതിന് കഴിയുകയും ചെയ്യുക. എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏത് വിധത്തിലൊക്കെ എന്നുള്ളതിന് കഴിവുള്ളവൻ അവൻ മാത്രമാണ്. ഇതൊക്കെ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സിഫത്തുകളാണ്, അവൻ്റെ മാത്രം മഹിത ഗുണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്ത് ദമ്പതികൾ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ദമ്പതികൾ ഇല്ലാത്തവർ, അവരാണല്ലോ മാനസികമായി വല്ലാതെ തകരുക, അവരാണല്ലോ വല്ലാതെ വിഷമം അനുഭവിക്കുന്നത്, അവരാണല്ലോ സങ്കടഭാരത്താൽ കാലം കഴിച്ചു കൂട്ടുന്നത്. വർഷങ്ങളോളമായി എനിക്ക് സന്താനങ്ങളില്ല, ഒരു ദുആ പറഞ്ഞു തരാമോ,
അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നത് എന്നൊക്കെ വേവലാതിപ്പെടുന്ന ആളുകളുണ്ട്. പ്രതീക്ഷയോടുകൂടി ചോദിക്കുന്നവരുണ്ട്, നിരാശപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ നിരാശക്ക് ഇടമില്ല. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതെത്ര പ്രായമായാലും പ്രാർത്ഥിക്കാം, ഏത് കാലത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന ഒരിക്കലും കൈവിടാതിരിക്കുക. മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാരമ്പര്യം അങ്ങനെയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താണ് ഖൈറ്, അത് നമുക്കല്ല അറിയുക, അള്ളാഹുവാണ് അറിയുന്നത്. അവനാണ് അലീം, അവനാണ് ഖദീർ. എപ്പോൾ വേണമെങ്കിലും എത്ര വർഷം പിന്നിട്ടാലും അത് തരാൻ അവനാണ് കഴിവുള്ളവൻ എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. നമുക്കെന്താണോ ഖൈർ, അത് നമുക്കല്ല അറിയാം. മക്കളുള്ള എത്രയോ രക്ഷിതാക്കൾ മക്കൾ ജനിച്ചു പോയല്ലോ എന്നതിൻ്റെ പേരിൽ ആ മക്കളുടെ വഴിവിട്ട ജീവിതവും പ്രവർത്തനങ്ങളും കാരണത്താൽ എത്രയോ ദമ്പതികൾ ദുഃഖിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അവസരത്തിൽ സന്താനങ്ങളില്ലാത്തതായിരിക്കും നമുക്ക് ഖൈറെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് നമ്മൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമ്മൾ തയ്യാറാവണം. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് സഹോദരങ്ങളെ ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കേതാണോ ഖൈർ എന്ന് റബ്ബിനെ അറിയൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ഒരുമിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ മേഖലയിൽ രണ്ട് വിഭാഗം ആളുകൾ വല്ലാതെ ഇത്തരത്തിലുള്ള ദമ്പതികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ആത്മീയ ചൂഷകന്മാരാണ്. ആത്മീയ മേഖലയിലുള്ള ആളുകൾ ഇത്തരം ദമ്പതികളുടെ ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള അഭിലാഷത്തെ, ആഗ്രഹത്തെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുന്നു, അവരെ കൊണ്ട് ദർഗകൾ തോറും ജാറങ്ങൾ തോറും കയറിയിറങ്ങുവാൻ വേണ്ടി പ്രോത്സാഹനം ചെയ്യിപ്പിക്കുന്നു, മഹാന്മാരുടെ പേരിൽ നേർച്ച ചെയ്യാൻ വേണ്ടി ആഹ്വാനം നടത്തുന്നു. അങ്ങനെയുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു മേഖലയാണിത്. മനുഷ്യർ എന്തിനും തയ്യാറാകും. അങ്ങനെ അതിനു വേണ്ട രൂപത്തിലുള്ള സഹായകരമായ കെട്ടുകഥകളും പൊള്ളക്കറാമത്തുകളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരം ആത്മീയ ചൂഷകന്മാര് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബുകളിലുമൊക്കെ ഔലിയാക്കന്മാര് കുട്ടികളെ ഇഷ്ടം പോലെ നൽകിയ കഥകൾ ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടി മാത്രമുള്ളവർക്ക് പെണ്ണിനെ നൽകിയതും പെണ്ണായി പിറന്ന കുട്ടിയെ ആണാക്കി മാറ്റിയതും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഒരു കുഞ്ഞിനെയും തീരുമാനിച്ചിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മാറ്റി എഴുതിച്ച് അവിടെ 7 കുട്ടികളെ നൽകി എന്ന് പറയുന്ന മാലപ്പാട്ടുകളുണ്ട്. മാത്രമല്ല ആധുനിക കാലത്തുള്ള മടവൂർക്കാരനുണ്ടല്ലോ, മടവൂർ ശൈഖ് എന്ന പേരിൽ ലോകം നിയന്ത്രിക്കുന്ന വ്യക്തി എന്നിപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നയാള്, ആ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന മടവൂര് ശൈഖ് കുട്ടികളില്ലാതെ പ്രയാസം വന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് 10 മക്കളുണ്ട് എന്ന ഒരു പ്രഖ്യാപനം, ആ 10 മക്കളും കല്യാണം കഴിച്ച് അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം, അതോടുകൂടെ അങ്ങനെ 10 മക്കളുണ്ടായി, ഒരു കുട്ടി പോലും ഇല്ലാതിരുന്ന ആ സ്ത്രീക്ക് എന്ന കഥകൾ പോലും ഇവർ ഈ മേഖലയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാം. മുക്കത്ത് ഒരു സഹോദരി, മക്കളില്ല. CM വലിയുള്ള പറഞ്ഞു മക്കളുണ്ട്, 10 മക്കൾ. ആ 10 ആൺമക്കൾ, ആ 10 മക്കളും വിവാഹം കഴിക്കും. അപ്പോൾ 10 പെൺമക്കൾ, മരുമക്കൾ. നല്ല ധൈര്യത്തിൽ ഒരുങ്ങിക്കോ റഹ്മാനായ റബ്ബേ. 10 പേർ ഒരു പെണ്ണ് പറയണമെങ്കിൽ ഒരു പക്ഷേ 15-16 കൊല്ലത്തെ ഗ്യാപ്പ്. ആ മക്കളൊക്കെയും ശേഷിക്കണം, ബാക്കി ജീവിച്ച് കിട്ടണം. അത് പഴയ കാലമാണ്. അസുഖവും വെപ്രാളവും രോഗങ്ങളും ചികിത്സയില്ലാത്ത നമ്മുടെ നാടൻ സാഹചര്യങ്ങളും ഇല്ല. ആ 10 ബാക്കിയായി. ആ 10 കല്യാണം കഴിച്ചു. റഹ്മാനായ റബ്ബേ, ഒരു 10, 30, 40 കൊല്ലത്തേക്ക് മഹാനായ CM വലിയുല്ലാഹി വലിച്ചെറിഞ്ഞതാണ് അങ്ങനെ ഒരു പ്രസ്താവന. അതങ്ങനെ തന്നെ ക്ലിയറായി എല്ലാ അർത്ഥത്തിലും കാണുക. ശരി, കേട്ടില്ലേ? അപ്പൊ ഇതുപോലെ ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രം കേൾപ്പിച്ചതാണ്. ഇങ്ങനെ 100 കണക്കിന് ഇവർ ഈ വിഷയത്തിൽ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ ചൂഷണം ചെയ്യുന്ന കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്.
സഹോദരങ്ങളെ, ദമ്പതികളില്ലാത്തവരോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള കെട്ടുകഥകളിലും ഇബ്ലീസിന്റെ ദുഷ്പ്രചരണ വേലകളിലും നിങ്ങൾ വീണുപോകരുത്. മക്കളില്ലെങ്കിൽ അതായിരിക്കും നമുക്ക് ഖൈറ്. അള്ളാഹുവിനോട് നമ്മൾ ഒരിക്കലും പങ്കു ചേർക്കരുത്. റബ്ബല്ലാത്തവരോട് അതിനു വേണ്ടി തേടരുത്, പ്രാർത്ഥിക്കരുത്, നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്. കാരണം റബ്ബ് മാത്രമാണ് അതിന് കഴിവുള്ളവൻ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു. അവനാണ് എല്ലാം നൽകുന്നത്, അവനാണ് വേണ്ടെന്ന് നിശ്ചയിക്കുന്നത്, അവനാണെല്ലാം അറിയുന്നവൻ, അവൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകാരുടെ ആ വലയത്തിൽ നിന്ന് നമ്മുടെ ഈമാനിനെ നമുക്ക് ഭദ്രമാക്കി നിലനിർത്തുവാൻ സാധിക്കുമെന്നാണ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുവാനുള്ളത്. രണ്ടാമത്തൊരു ഭാഗം ആളുകൾ ഈ മേഖലയിൽ ഭൗതിക ചികിത്സാരികൾ തന്നെയാണ്. ഈ മേഖലയിൽ ഏതെല്ലാം വിധത്തിൽ മനുഷ്യൻ എത്രയും ചെലവഴിക്കുവാൻ, കടം വാങ്ങിയും ജീവിതത്തിന്റെ എല്ലാ വരുമാനങ്ങളെയും വിറ്റ്, അതുപോലെ തന്നെ സമ്പത്തുകൾ എത്ര തന്നെ ചെലവഴിക്കേണ്ടി വന്നാലും, ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദമ്പതികളുണ്ട്. കാരണം അത്രത്തോളം ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാല് കാണണം, ഒരു മോനുണ്ടാകണം അല്ലെങ്കിൽ ഒരു മോളുണ്ടാകണം എന്നുള്ള ആഗ്രഹം. അതിനെ ഇന്ന് എല്ലാ ചികിത്സാരികളും എന്നല്ല ഞാൻ പറയുന്നത്, പല ഹോസ്പിറ്റലുകളിലും എന്ന്. പലപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള വന്ധ്യതാ നിവാരണ സംവിധാനങ്ങളില്ല. അത് പലപ്പോഴും സ്വകാര്യ ആസ്പത്രികൾ വല്ലാതെ ചൂഷണം ചെയ്യുന്നുമുണ്ട്. ലക്ഷങ്ങളാണ് പലപ്പോഴും. IVF എന്ന സംവിധാനത്തിലൂടെ, ICSI എന്ന ചികിത്സാ രീതിയിലൂടെയൊക്കെ, അലോപ്പതിയുടെ ചികിത്സയിലൂടെ തന്നെയും ലക്ഷങ്ങളാണ് പിടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് IVF എന്ന് പറയുന്ന സംവിധാനമാണെങ്കിലും, അഥവാ ലാബിൽ വെച്ച്, ടെസ്റ്റ് ട്യൂബിൽ വെച്ച് 4-5 ദിവസമൊക്കെ ഈ ബീജവും അണ്ടവും ഒക്കെ ഒരുമിച്ച് കൂട്ടി അവിടെ വളർത്താൻ തുടങ്ങി പിന്നീട് ഗർഭപാത്രത്തിലൊക്കെ നിക്ഷേപിക്കുന്ന രീതിയൊക്കെയാണത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. IVF എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ തന്നെയും ICSI എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനങ്ങളൊക്കെയും അതൊക്കെ അനുവദനീയമാണോ നമുക്ക് എന്ന് ചോദിക്കുന്ന പാവപ്പെട്ട ദമ്പതികളുണ്ട്. അത്രയും അവരുടെ ആഗ്രഹമാണത്. ഞങ്ങളത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, IVF-ഉം ICSI-യും ഒക്കെ നടത്തുമ്പോൾ ഏത് ചികിത്സകളിലും ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്താണത്? തൻ്റെ ഭർത്താവിൻ്റെ ബീജം തന്നെയാണത് എന്ന് 100% ഉറപ്പുവരുത്താൻ സാധിക്കണം. തൻ്റെ ഭാര്യയുടെ അണ്ഡം തന്നെയാണത് എന്ന് 100% ഉറപ്പുവരുത്താൻ ദമ്പതികൾക്ക് സാധിക്കണം. അന്യരുടെ ഗണ്ഡം സ്വീകരിക്കുന്ന, അന്യരുടെ ബീജം സ്വീകരിച്ചുകൊണ്ട് മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്ര ലോകത്തുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല, അത് നിഷിദ്ധമാണ്. അത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, എന്തിനും സ്വാതന്ത്ര്യമുള്ള ലോകമാണല്ലോ. പക്ഷേ ഒരു മുസ്ലിമിന് കണിശമായ നിയമങ്ങളുണ്ട്. അവന്റെ ബീജം മാത്രമേ തൻ്റെ ഭാര്യയുടെ അണ്ഡവുമായി കൊണ്ട് യോജിപ്പിക്കുന്ന ആ സങ്കലന രീതി മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഒരുപാട് ചൂഷണങ്ങളാണ് നടക്കുന്നത്. ബ്ലഡ് ബാങ്കുകൾ ഉള്ളതുപോലെ ഈ സംവിധാനങ്ങൾക്കായി ഇന്ന് ബീജ ബാങ്കുകളുണ്ട്. പുരുഷന്റെ ബീജം സ്വീകരിക്കുന്ന, സ്പേം സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള ബാങ്കുകളുണ്ട്. സ്ത്രീകളുടെ അണ്ഡം സൂക്ഷിക്കുന്ന ബാങ്കുകളുണ്ട്, അണ്ഡ ബാങ്കുകളുണ്ട്. അത് നൽകുവാൻ വേണ്ടി ദാതാക്കൾ എന്ന പേരിൽ ആ മേഖലയിൽ അന്യരാജ്യത്തും നമ്മുടെ രാജ്യത്തുമൊക്കെയുള്ള സ്ത്രീകൾ അണ്ഡം നൽകുവാൻ തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട്. 20,000-ഉം അവിടം മുതൽക്ക് അങ്ങോട്ട് അതിൻ്റെ വിലകൾ വർദ്ധിച്ച് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് അതിന് എത്രയോ വിലകൾ പറയുന്നുണ്ട്. അതിന് ഇടനിലക്കാരും ഏജൻസികളും അതിൻ്റെ ഇടയിൽ എത്രത്തോളം കയറിക്കൂടുന്നുണ്ടോ അത്രത്തോളം അതിന് വിലയേറുന്നുണ്ട്. ഇങ്ങനെ അണ്ഡം ബാങ്കുകളിലേക്ക് ദാനം ചെയ്യുന്നു എന്ന നിലക്കുള്ള ഡോണർമാർ, ആ നിലക്കുള്ള ആളുകൾ, അന്യ സ്ത്രീകളുടെ അണ്ഡം, അന്യപുരുഷന്മാരുടെ ബീജം, ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് തനിക്കൊരു കുഞ്ഞുണ്ടായിട്ട് എന്താണ് കാര്യം? അത് ഹറാമായ കുഞ്ഞല്ലേ? തൻ്റെ കുഞ്ഞാകുമോ? എന്തിനാണ് അങ്ങനെ ഒരു കുഞ്ഞു നമുക്ക്? അത് ഹലാലല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏത് ചികിത്സാ രീതികളിലും സമ്പൂർണമായി ഉറപ്പുവരുത്താൻ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തൻ്റെ ബീജം തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു പുരുഷൻ തൻ്റെ അണ്ഡം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം ഒരു സ്ത്രീ.
ദമ്പതികൾക്കതിൽ നല്ല ഉറപ്പുണ്ടാകണം. ആ നിലക്ക് ഇസ്ലാം കണിശമായ നിയമങ്ങൾ ആ മേഖലയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്യരുടെ അണ്ഡമോ അന്യരുടെ ബീജമോ ഒക്കെ യോജിപ്പിച്ചിട്ട് നമ്മുടെ പേരിൽ നമ്മുടെ ഗർഭപാത്രത്തിൽ, ഇനി അതല്ലെങ്കിൽ നമ്മുടേത് തന്നെ എടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അത് വളരാൻ അനുവദിക്കുന്ന, വാടകയ്ക്ക് ഗർഭപാത്രം നൽകുന്ന, വാടകയ്ക്ക് ഗർഭം ധരിക്കാൻ തയ്യാറാകുന്ന വാടക അമ്മമാരുണ്ട്, മറ്റമ്മമാരെന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മമാരുണ്ട്. സഹോദരങ്ങളെ, അതും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല, തികച്ചും ഹറാമായ കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചതിക്കുഴികൾ എമ്പാടും മേഖലയിലുണ്ട്. അതിനൊക്കെ വേണ്ടി ലക്ഷങ്ങളാണ് വാരിക്കൂട്ടുവാൻ വേണ്ടി ആളുകൾ തയ്യാറായിട്ടുള്ളത്. അത് നൽകുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എന്തും നൽകുവാൻ സന്നദ്ധരായ ദമ്പതികളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ രണ്ട് വിഭാഗത്തിന്റെയും, ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിന്റെയും ചൂഷണ വലയത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനു വേണ്ടി പ്രത്യേകം നമുക്ക് എന്തെങ്കിലും ദുആകളുണ്ടോ ദിക്റുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ദമ്പതിമാരുണ്ട്. അവരോടും സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ സക്കരിയ നബി അലൈഹിസ്സലാം ഇതേ ആവശ്യം ഉന്നയിച്ച് അല്ലാഹുവിനോട് തേടിയിട്ടുണ്ട്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹബ്ലി, നീ എനിക്ക് ഔദാര്യമായി നൽകണേ, മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന്, ദുർരിയതൻ തയ്യിബ, വിശിഷ്ടമായ സന്താനങ്ങളെ, നല്ലവരായ സന്താനങ്ങളെ നീ എനിക്ക് നൽകണമേ. ഇന്നക സമീഉദ് ദുആ, നിശ്ചയം നീ മാത്രമാണ് ദുആ കേൾക്കുന്നവൻ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് നൽകണമേ, മിനസ് സാലിഹീൻ, സാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ. സക്കരിയ നബിയുടെ തന്നെ മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, റബ്ബി ലാ തദർനി ഫർദാ, നീ എന്നെ ഏകനായി വിട്ടേക്കല്ല റബ്ബേ, വഅൻത ഖൈറുൽ വാരിസീൻ, അനന്തരാവകാശികളെ നൽകുന്നവരിൽ ഉത്തമൻ നീയാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കാണാൻ സാധിക്കും. അതൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബിനോട് നമ്മുടെ മനസ്സ് പൊട്ടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക. ആ നിലക്ക് നമുക്കതൊക്കെ പ്രവാചകന്മാരുടെ ആ പ്രാർത്ഥനകളൊക്കെ നമുക്ക് മാതൃകാപരമായ ആ പ്രാർത്ഥനകളാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചന തേട്ടം വർദ്ധിപ്പിക്കുക. ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ കഴുകി വൃത്തിയാക്കി തരാൻ അള്ളാഹുവിനോട് കിണഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുക, തൗബ അധികരിപ്പിക്കുക. അതെങ്ങനെയാണ്? മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും വന്നുകൊണ്ട് പല സങ്കടങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ല, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹം മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തിയോട് പറഞ്ഞതെന്താണ്? ഇസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നാണ്. ഏതേത് കാര്യങ്ങൾക്കും അത് പരിഹാരമാണെന്ന് എവിടെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി? വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുവീൻ, അവനെല്ലാം പൊറുക്കുന്നവനാണ്. ആകാശത്ത് നിന്നവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാറിന്റെ ഗുണം, മഴ കിട്ടും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ നൽകിക്കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ ഗുണം. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഫലവർഗങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നദികളെയും അവൻ നിശ്ചയിച്ചു തരും. തോട്ടങ്ങളും നദികളും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. ഒക്കെ ഇസ്തിഗ്ഫാറിന്റെ ഭൗതിക ഗുണങ്ങളാണ്.
അപ്പൊ ആ ആവശ്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ദമ്പതികളില്ലാത്തവർ ഇസ്തിഗ്ഫാറിന്റെ വിവിധ മോഡലുകളിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് തേടുക തന്നെ. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹു അത് തരും. അതല്ലേ റബ്ബിന്റെ തീരുമാനത്തിൽ നമ്മൾ തൃപ്തിപ്പെടുന്നതിന് വലിയ പ്രതിഫലം നമുക്കുണ്ടാകും, യാതൊരു സംശയവുമില്ല. അതല്ലാതെ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കോ അതല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഈ ഭൗതിക ചികിത്സയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പിന്റെ ആളുകളുണ്ട്. ശരിയായ ചികിത്സകന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തട്ടിപ്പ് നടത്തുന്ന, അഥവാ ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത നിലക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന, ആ നിലക്കുള്ള ഹറാമിന്റെ മാർഗങ്ങളിലൂടെ സന്താനങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ നിലക്കുള്ള ചികിത്സാരികളുമുണ്ട്. രണ്ട് ചൂഷണ വലയത്തിലും പെട്ടുപോകാതിരിക്കാൻ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ആർക്കാണോ മക്കളെ നൽകൽ ഖൈറെങ്കിൽ അവർക്കെല്ലാം മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സിന് നല്ല കരുത്തും സന്തോഷവും സമാധാനവും ഒക്കെ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും അല്ലാഹു എല്ലാ അർത്ഥത്തിലും ഖൈറും ബറക്കാത്തുകളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളുള്ള രക്ഷിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നമ്മുടെ മക്കളിലൂടെ കൺകുളിർമയും സന്തോഷവും മനസ്സമാധാനവും ഇഹപര വിജയത്തിന് കാരണക്കാരായി മാറുന്ന വിധത്തിലുള്ള സന്താനങ്ങളെയും ഒക്കെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ.